അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഇന്ന് ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് MHSൻ്റെ കീഴിൽ നടന്നു വരുന്ന റിക്കാർഡോ 3rd എഡിഷൻ വേദിയിലാണല്ലോ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ നാളെ അല്ലാഹു തആലാൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. എനിക്കിന്നിവിടെ പ്രസംഗിക്കാൻ കിട്ടിയ വിഷയം മദീന രാഷ്ട്ര നിർമ്മാണ മാതൃകകൾ എന്ന വിഷയത്തിലാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ രാജാവിനും പ്രജകൾക്കും രാഷ്ട്രത്തലവന്മാർക്കും സാധാരണക്കാർക്കുമല്ല മാതൃക ജീവിതമായിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനർഘ ജീവിതം. പ്രത്യേക നിയമാവലി ആധാരമാക്കാതെ ഗോത്രത്തലന്മാർ ഭരിച്ചു പോരുന്ന അറേബ്യയിലെ മക്കയിലാണല്ലോ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ നേതൃത്വത്തിലുള്ള മക്ക പട്ടണത്തിൽ ജനിച്ചു വളർന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാലുപാടും നടക്കുന്ന തെറ്റുകളിൽ നിന്നകന്ന് ഒറ്റയാനായി ജീവിച്ചു. നിലവിലുള്ള മലീമസമായ സാമൂഹ്യ വ്യവസ്ഥകൾ മാറ്റിയെടുക്കാൻ ഒരു വിപ്ലവം ആവശ്യമായിട്ടും ആ വഴിക്ക് ചിന്തിക്കാനോ ആർക്കെങ്കിലുമെതിരെ പട നയിക്കാനോ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതിർന്നില്ല. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20ാമത്തെ വയസ്സിൽ ഖുറൈശികൾ ഉൾക്കൊള്ളുന്ന കിനാനയും പരിസര പ്രദേശവുമായ ഖൈസ് ഗോത്രക്കാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ തൻ്റെ രാജ്യസംരക്ഷണത്തിന് വേണ്ടി പിതൃവ്യന്മാരോട് ചേർന്ന് പൊരുതാൻ തയ്യാറായിരുന്നുവെന്ന് ചരിത്രത്തിൽ ഘോഷിക്കുന്നു. തൻ്റെ രാജ്യത്തിന് വേണ്ടി പൊരുതിയെങ്കിലും അവിടെ നടക്കുന്ന സംഘടനകളിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമയം ചിലവഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. മക്കയിൽ ഉണ്ടാക്കിയ സമാധാന സന്ധിയെ തുടർന്ന് നടന്ന ഒരു പോരാട്ടത്തിൻ്റെ പേരാണ് ഹൽഫുൽ ഫുളൂൽ. മക്കയിലെ പ്രധാന ഗോത്രത്തലന്മാരെല്ലാം ചേർന്ന് പീഡിതരും മർദ്ദിതരുമായ ജനതയെ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സഹായിക്കുക എന്ന നയം ഒപ്പുവെച്ച് ഉള്ള ഒരു ഉടമ്പടിയാണത്. സാമൂഹിക അടിത്തറയായി മുഹാജിറുകളും മക്കയിൽ നിന്ന് പലായനം ചെയ്ത് വന്നവർ അൻസാറുകളും അവരുടെ സഹായം ഏറ്റെടുത്ത മദീന നിവാസികളും തമ്മിൽ സാമൂഹിക ബന്ധം ഉറപ്പിക്കുക എന്ന അടിസ്ഥാനത്തിൽ സഖികളാക്കി തീർത്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മാതൃക ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.